ഹായ്, ഇന്നൊരു വെറൈറ്റി റെസിപ്പിയാണ് കാണിക്കുന്നത്. എല്ലായ്പ്പോഴും മത്തി കറി വെച്ചിട്ടും പൊരിച്ചിട്ടും അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൽ നിന്നൊന്ന് മാറ്റി പിടിച്ചോക്കെ. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മീൻ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കുക, പെരുംജീരകം. പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് സാധാ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്, വെളിച്ചെണ്ണ ആകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇത് അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കണേ. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ മത്തിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഈ മസാലയിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ. എന്നിട്ട് നമ്മൾ പേസ്റ്റാക്കി വെച്ച മസാലയും കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മീനിൽ പിടിപ്പിച്ചെടുക്കുക. എല്ലായിടത്തും മസാല എത്തുന്ന രീതിയിൽ നിങ്ങൾ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മീൻ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മളൊരു ഫ്രൈ ആയിട്ടല്ല എടുക്കുന്നത്, നമ്മൾ മീൻ വറ്റിച്ചൊക്കെ എടുക്കില്ലേ അതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ അത് മീനെല്ലാം അതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക. ഒന്നിന് മീതെ ഒന്ന് വരാത്ത രീതിയിൽ വെച്ച് കൊടുക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പുളിയുടെ കട്ടിയുള്ള പുളിവെള്ളം ഇതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കുക. ഇതുവരെ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചിട്ടെടുക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ഒരു സൈഡ് മറിച്ചിടാം. നമുക്ക് സ്പൂൺ വെച്ചിട്ട് സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ മറിച്ചിട്ട് കൊടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഫ്രൈ ആക്കിയിട്ടല്ലല്ലോ എടുക്കുന്നത്. അപ്പോൾ അതാ കണ്ടോ, ഇതുപോലെ ഫ്രൈ അല്ല, എന്താ പറയുക, നല്ല ഗ്രേവി അല്ല, ആ രൂപത്തിലാണ് നമുക്കിത് കിട്ടുക. നമ്മൾ പുളിവെള്ളം കൂടെ ഒഴിച്ചതുകൊണ്ടാണ് നമുക്ക് ആ രീതിയിൽ കിട്ടുന്നത്. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് തന്നെ എല്ലാം ഒന്ന് മറിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ അതാ ഞാൻ എല്ലാം ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ അടച്ചു വെക്കുക. എന്നിട്ട് നേരത്തെ വേവിച്ച പോലെ തന്നെ ചെറിയ തീയിലിട്ടിട്ട് ഒന്നും കൂടെ വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ അതാ നമുക്ക് 2 ഭാഗവും ഒരേപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ആക്കി എടുക്കരുത് കേട്ടോ, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഈ ഒരു രൂപത്തിൽ തന്നെ ആക്കിയെടുക്കണം. ഇത് നിങ്ങൾക്ക് വാഴയിലയിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനേക്കാട്ടിലും ടേസ്റ്റ് കിട്ടും. ആ വാഴയുടെ ഇലയുടെ ഫ്ലേവർ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്കിവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ അതാ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ.